മാർച്ച് 28 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ ഗോന്ത്രാൻ രാജാവ്, വിശുദ്ധ പ്രിസ്കുസ്, വിശുദ്ധ മാൽക്കുസ്, വിശുദ്ധ അലക്സാണ്ടർ, വിശുദ്ധ കാസ്റ്ററും ഡൊറോത്തോവൂസും, വിശുദ്ധ കോനോൺ, വിശുദ്ധ ഗന്ധാലി. വിശുദ്ധ ഗോന്ത്രാൻ രാജാവ് 525-593 കാലഘട്ടത്തിലാണ് വിശുദ്ധ ഗോന്ത്രാൻ രാജാവ് ജീവിച്ചിരുന്നത്. ഫ്രാൻസിൽ സ്ഥിതി ചെയ്യുന്ന ഓർലിൻസിൻ്റെയും ബർഗൻഡിയുടെയും രാജാവായിരുന്ന ഗോന്ത്രാൻ ക്ലോട്ടയർ രാജാവിൻ്റെ മകനാണ്. വിശുദ്ധ ക്ലോട്ടിൽഡ അദ്ദേഹത്തിൻ്റെ മാതാമഹിയാണ്. ജ്യേഷ്ഠൻ ചാരിബർട്ട് പാരീസ് ഭരിച്ചു. 561 ഗോന്ത്രാൻ രാജ്യഭരണം ഏറ്റെടുത്തത്. ചലോൺസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ തലസ്ഥാനം. അതിമോഹികളായ സഹോദരന്മാർക്കും ലൊംബാർഡുകൾക്കുമെതിരായി സമരം ചെയ്ത് വിജയം നേടിയപ്പോൾ പുതിയ ഭൂവിഭാഗങ്ങളൊന്നും സ്വന്തമാക്കാതെ പരാജിതർക്ക് സമാധാനമരുളുകയാണ് അദ്ദേഹം ചെയ്തത്. പ്രജകളുടെ വന്യ സ്വഭാവം നിമിത്തം രാജാവ് വഴുതി വീണ തെറ്റുകൾക്ക് അദ്ദേഹം അനുതാപക്കണ്ണുനീർ ചിന്തിക്കൊണ്ടിരുന്നു. സുവിശേഷ തത്വങ്ങളനുസരിച്ച് ഭരിച്ചാൽ ഐശ്വര്യവും സമാധാനവും ഉണ്ടാവുകയില്ലെന്ന് കരുതുന്നവർക്ക് ഗോന്ത്രാൻ രാജാവിൻ്റെ വാഴ്ച ഒരു വെല്ലുവിളിയാണ്. ഗോന്ത്രാൻ രാജാവ് തിരുസഭയിൽ രാജപാലകരോട് സ്നേഹവും ബഹുമാനവും പ്രദർശിപ്പിച്ചു പോന്നു. അദ്ദേഹം മർദ്ദിതരുടെ സംരക്ഷകനും പ്രജകളുടെ ഒരു വത്സര പിതാവുമായിരുന്നു. രോഗികളെ ശുശ്രൂഷിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം അത്യന്തം ശ്രദ്ധ പതിപ്പിച്ചിരുന്നു. തൻ്റെ പ്രജകളുടെ മേൽ ദൈവകോപം വരാതിരിക്കാൻ അദ്ദേഹം പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ദൈവത്തിനു മുൻപാകെ വിലപിക്കുകയും ചെയ്തിരുന്നു. പടയാളികളുടെ ക്രൂരമർദ്ദനം അദ്ദേഹം അനുവദിച്ചിരുന്നില്ല. കുറ്റങ്ങൾക്ക് തക്ക ശിക്ഷ നൽകിയിരുന്നു. എന്നാൽ തന്നോട് ചെയ്യുന്ന തെറ്റുകൾ അദ്ദേഹം ഉദാരമായി ക്ഷമിച്ചു വന്നിരുന്നു. പള്ളികൾക്കും ആശ്രമങ്ങൾക്കും ഉദാരമായി സഹായങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. പ്രജാവത്സരനും ദൈവഭക്തനുമായി ഈ രാജാവ് 68 വയസ്സിൽ 593 മാർച്ച് 28 കർത്താവിൽ നിദ്ര പ്രാപിച്ചു. 32 വർഷത്തോളം രാജ്യം ഭരിച്ച ഗോന്ത്രാൻ തൻ്റെ കാരുണ്യശീലം കൊണ്ടാണ് വിജയം വരിച്ചത്. ഇന്നേ ദിവസം നമുക്ക് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 7-ാം വാക്യം വിചിന്തനം ചെയ്യാം. കാരുണ്യമുള്ളവർ അനുഗ്രഹീതർ, എന്തെന്നാൽ അവർ കാരുണ്യം കണ്ടെത്തും. കർത്താവായ ഈശോയെ, ഗോന്ത്രാൻ രാജാവിനെ പോലെ മറ്റുള്ളവരോട് ഉദാരമായി ക്ഷമിക്കുവാനും മറ്റുള്ളവരെ സഹായിക്കുവാനുമുള്ളൊരു കൃപ ഞങ്ങൾക്ക് എന്തെന്ന് അനുഗ്രഹിക്കണമേ. വിശുദ്ധനായ ഗോന്ത്രാൻ രാജാവെ, എല്ലാ മിഷണറി പ്രവർത്തകർക്ക് വേണ്ടിയും പിതാവായ ദൈവത്തോട് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.